ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. കന്നി 20 പെരുന്നാളിന് പരിശുദ്ധനെ വണങ്ങാൻ ഇക്കുറിയും കരിവീരന്മാരെത്തി. ചരിത്രപ്രസിദ്ധമായ കോതമംഗലം കന്നി 20 പെരുന്നാളിന്റെ ഭാഗമായി മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനെ വണങ്ങാൻ ഇത്തവണയും കരിവീരന്മാരെത്തി. കാലടി മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ, മുണ്ടക്കൽ ശിവാനന്ദൻ എന്നീ ആനകളാണ് എത്തിയത്. സെപ്റ്റംബർ 25-ന് കൊടിയേറി ഒക്ടോബർ 4 വരെ 10 ദിവസങ്ങളിലായിട്ടാണ് കന്നി 20 പെരുന്നാൾ ആചരിക്കുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ച് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ് ആനകളുടെ ഖബർ വണക്കം. പള്ളിയെ വലം വെച്ച് ഖബർ വണങ്ങി വഴിപാടർപ്പിച്ചാണ് കരിവീരന്മാർ മടങ്ങിയത്. പള്ളി അങ്കണത്തിലെത്തിയ ആനകളെ വികാരി ഫാദർ ജോസ് പരത്തുവേലിന്റെ നേതൃത്വത്തിൽ ശർക്കരയും പഴവും നൽകി സ്വീകരിച്ചു. ആനകളുടെ ഖബർ വണക്കം പുരാതന കാലം മുതൽ തുടർന്നു വരുന്ന ഒരു ആചാരമാണെന്ന് പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവേലിൽ പറഞ്ഞു. 339 വർഷം മുമ്പ് തൊട്ട് നമ്മൾ പരിശുദ്ധ ബാവായുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് ആനകൾ വന്ന് ഖബർ വണങ്ങി വഴിപാടർപ്പിക്കുന്ന ഒരു വലിയ പുരാതനമായിട്ടുള്ള ഒരു ആചാരം ഈ ചെറിയ പള്ളിയിൽ നടന്നു വരികയാണ്. എല്ലാ വർഷവും ഈ പരിശുദ്ധ സഭയുടെ ഈ ദേവാലയത്തിൽ വന്ന് ആനകൾ ഖബർ വണങ്ങുന്നു. ഇതിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, കോതമംഗലം എന്ന് പറയുന്നത് ഹൈറേഞ്ചിന്റെ കവാടമാണ്. ധാരാളം കൂപ്പുകൾ ഉണ്ടാർന്ന മരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇവിടെ ധാരാളം ആളുകൾ ആനകളെ വളർത്തി പരിപാലിച്ച് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ആനകളെ കൊണ്ടുനടന്നു. അപ്പോൾ അതിന്റെ ഉടമസ്ഥന്മാരെല്ലാം എല്ലാ വർഷവും കന്നി 20-ാം തീയതി അവരുടെ ഉടമസ്ഥയിലുള്ള ആനകളെ കോതമംഗലം ബാവായുടെ ഖബറിങ്കൽ കൊണ്ടുവന്ന് വഴിപാടർപ്പിക്കുന്ന ഒരു ചടങ്ങ് 339 കൊല്ലവുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ആ ആചാരം തെറ്റിക്കാതെ പതിവ് പോലെ ഗജവീരന്മാർ ഇന്ന് കടന്നു വന്നു. പരിശുദ്ധ ബാവായുടെ ഖബറിങ്കൽ ആനകൾ വഴിപാടുകൾ അർപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു. ഈ കോതമംഗലം ചെറിയ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ആചാരമാണ്. ഇത് തുടർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ന്യൂസ് ബ്യൂറോ, കോതമംഗലം.